നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നാം എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നല്ലൊരു ജോലി, ഉയർന്ന ശമ്പളം, ആഡംബര ജീവിതം ഇവയെല്ലാം നേടിയാൽ സന്തോഷം വരുമെന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാം നേടിയിട്ടും മനസ്സ് ഇപ്പോഴും അസ്വസ്ഥമാണോ? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? ഇന്നത്തെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എഴുതി വച്ചിട്ടുണ്ട്. ആചാര്യ ചാണക്യൻ. കേവലം ഭരണതന്ത്രവും സാമ്പത്തിക ശാസ്ത്രവും മാത്രമല്ല, ഒരു മനുഷ്യൻ എങ്ങനെ ആന്തരികമായി സമാധാനവും സന്തോഷവും കണ്ടെത്തണം എന്നും അദ്ദേഹം പഠിപ്പിച്ചു. ചാണക്യനീതിയിലെ സൂത്രങ്ങൾ വെറും വാക്കുകളല്ല, ജീവിതം മാറ്റിമറിക്കാനുള്ള ആയുധങ്ങളാണ്. ചാണക്യൻ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. സന്തോഷം എന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു വസ്തുവല്ല. അത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിലോ വീടിൻ്റെ വലിപ്പത്തിലോ ഇരിക്കുന്ന ഒന്നല്ല. മറിച്ച് നിങ്ങളുടെ ചിന്തകളിലും നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിലുമാണ് അത് ഒളിഞ്ഞിരിക്കുന്നത്. സങ്കീർണമായ ഈ ലോകത്ത് എങ്ങനെ ലളിതമായി സന്തോഷിക്കാം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന തത്വം. ചാണക്യനീതിയിലൂടെ സന്തോഷത്തിലേക്കുള്ള 5 വാതിലുകൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ചാണക്യ സൂത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തയ്യാറാണോ? വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഒന്നാമതായി, ആഗ്രഹങ്ങളുടെ നിയന്ത്രണം. നമ്മുടെ ദുഃഖത്തിൻ്റെ വേരുകൾ എവിടെയാണ്? ചാണക്യൻ പറയുന്നു, അത് നമ്മുടെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളിലാണ്. നമ്മളെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പക്കലുള്ള സന്തോഷം ഇല്ലാതാകുന്നു. മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ സമാധാനം ശത്രുവിന് പണയം വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം? കടലിലെ തിരമാലകൾ പോലെയാണ് ആഗ്രഹങ്ങൾ. ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്ന് വരുന്നു. ഒരു ലക്ഷ്യം നേടിയാൽ ഉടനെ അടുത്തതിലേക്ക് നാം ഓടുന്നു. ഈ ഓട്ടത്തിനിടയിൽ ഇപ്പോൾ അനുഭവിക്കേണ്ട സന്തോഷം നമുക്ക് നഷ്ടമാകുന്നു. കയ്യിലുള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നത് പരാജയമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള യാത്ര ആസ്വദിക്കാനുള്ള കരുത്താണ്. ചാണക്യൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ സമ്പാദിക്കരുതെന്ന്. പക്ഷേ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം ആരോഗ്യവും കുടുംബവും മനസാക്ഷിയും മറക്കരുത്. അമിതമായ ആർത്തിയുള്ളവന് ഒരിക്കലും സുഖമായി ഉറങ്ങാൻ കഴിയില്ല. എനിക്കിത് മതി എന്ന് പറയാൻ ശീലിക്കുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ ധനികനാണ്. സന്തോഷം വർദ്ധിപ്പിക്കാൻ ചാണക്യൻ നൽകുന്ന പ്രായോഗികമായ വഴി ഇതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വേർതിരിക്കുക. ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, പക്ഷേ ആഗ്രഹങ്ങൾ തീയിലിട്ട നെയ്യ് പോലെയാണ്. അത് കൂടുന്തോറും ആളിക്കത്തുകയുള്ളൂ. ലളിതമായ ജീവിതം നയിക്കുന്നവന് സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടാൻ എളുപ്പമായിരിക്കും. ഓർക്കുക, നിങ്ങൾക്കിപ്പോൾ ഉള്ളത് പലരുടെയും സ്വപ്നമാണ്. ആ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആത്മസംതൃപ്തിയുടെ ഒന്നാമത്തെ വാതിൽ തുറക്കപ്പെടും. ഇനി നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകത്തെക്കുറിച്ച്, അതായത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് ചാണക്യൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. രണ്ടാമതായി, സൗഹൃദങ്ങളും സാമൂഹിക ജീവിതവും. നമ്മുടെ സന്തോഷം നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നാം ഇടപെടുന്ന ആളുകൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് ഒരു വിഷപ്പാമ്പാണ്. കാരണം പാമ്പ് എപ്പോഴെങ്കിലും മാത്രമേ കടിക്കൂ. പക്ഷേ മോശമായ സുഹൃത്ത് ഓരോ നിമിഷവും നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. സന്തോഷമായിരിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സൗഹൃദ വലയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. മുഖത്ത് നോക്കി നല്ലത് പറയുകയും നിങ്ങൾ ഇല്ലാത്തപ്പോൾ നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുണ്ടോ? അങ്ങനെയുള്ളവരുമായുള്ള ബന്ധം പാൽ ഒഴിച്ച വിഷപാത്രം പോലെയാണ്. പുറമേ വെളുത്തിരിക്കുമെങ്കിലും ഉള്ളിൽ അത് അപകടമാണ്. ഇത്തരം ആളുകളെ തിരിച്ചറിയുന്നതും അവരിൽ നിന്നും അകലം പാലിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും.
സമാധാനമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ആരെയാണ് നിങ്ങൾ കൂടെ കൂട്ടേണ്ടത്? നിങ്ങളെ തെറ്റുകളിൽ നിന്നും തടയുന്നവനും നിങ്ങളുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവനുമാണ് യഥാർത്ഥ സുഹൃത്ത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല സുഹൃത്ത് ഒരു മരുന്നിന് തുല്യമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ അവർ നിങ്ങൾക്ക് കരുത്തു നൽകുന്നു. അങ്ങനെയുള്ള ഒരാളെങ്കിലും കൂടെയുണ്ടെങ്കിൽ ആ മനക്കരുത്തു തന്നെ നിങ്ങളെ സന്തോഷവാനാക്കും. മറ്റൊന്ന്, എല്ലാവരെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നതാണ്. ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കും. ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്വന്തം അന്തസ്സ് കാത്തു സൂക്ഷിക്കാനാണ്. അർഹിക്കാത്ത ബഹുമാനം ലഭിക്കാൻ വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കരുത്. ആത്മാഭിമാനമുള്ളവൻ എപ്പോഴും ആന്തരികമായി സന്തോഷവാനായിരിക്കും. ചുറ്റുമുള്ള വിശലമായ ബന്ധങ്ങൾ മുറിച്ചുമാറ്റുന്നത് വേദനയുള്ള കാര്യമായിരിക്കാം, പക്ഷേ അത് ദീർഘകാല സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സന്തോഷം കവർന്നെടുക്കുന്ന ഏറ്റവും വലിയ രണ്ട് വില്ലന്മാരെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ കാലവും വരാനിരിക്കുന്ന ഭാവി കാലവും അത് എങ്ങനെ നേരിടാം. നാലാമതായി, വർത്തമാനകാലത്ത് ജീവിക്കുക. നമ്മുടെ സന്തോഷം കവർന്നെടുക്കുന്ന രണ്ട് വലിയ കള്ളന്മാരുണ്ട്. ഒന്ന്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം. രണ്ട്, വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം. ഈ രണ്ട് ലോകങ്ങളിലും ജീവിക്കുന്നവർക്ക് ഇന്ന് എന്ന യാഥാർത്ഥ്യം ആസ്വദിക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്നത് നിർത്തുക, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക, എന്നിട്ട് മുന്നോട്ട് നീങ്ങുക. ചാണക്യന്റെ ഈ വരികൾക്ക് വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. വരാനിരിക്കുന്നതിനെ പൂർണ്ണമായും നിയന്ത്രിക്കാനും കഴിയില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏക നിമിഷം ഈ ഇപ്പോൾ മാത്രമാണ്. ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവന് മാനസികമായി സമ്മർദ്ദം കുറവായിരിക്കും. എങ്ങനെയാണ് വർത്തമാനകാലത്ത് ജീവിക്കുക? ചാണക്യൻ നൽകുന്ന പരിഹാരം കർമ്മം എന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ആത്മാർത്ഥതയോടെ ചെയ്യുക. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. അമിതമായ ചിന്തകൾ സന്തോഷത്തെ നശിപ്പിക്കും. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഒരു ധ്യാനമാക്കി മാറ്റുക. പഴയ മുറിവുകൾ ഉണങ്ങാൻ സമയം നൽകുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതും എന്ന ചിന്ത ഭാവിയിലേക്കുള്ള അനാവശ്യ ഭയമാണ്. ആ ഭയത്തെ ഉപേക്ഷിച്ച് ഓരോ ദിവസവും ഒരു പുതിയ ജീവിതമായി കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ സമാധാനമായിരിക്കും എന്ന് ഓരോ പ്രഭാതത്തിലും സ്വയം പറയുക. ചാണക്യന്റെ ഈ ലാളിത്യമാണ് ജീവിതത്തിന് നിറം നൽകുന്നത്. മനസ്സ് ശാന്തമാകാൻ ശരീരം കൂടി തയ്യാറാകേണ്ടതുണ്ട്. ഒരു വലിയ ചാണക്യ തന്ത്രജ്ഞന്റെ ഏറ്റവും വലിയ കരുത്ത് അവന്റെ അച്ചടക്കമാണ്. എങ്ങനെ ഒരു ചിട്ടയായ ജീവിതം നമ്മെ കൂടുതൽ സന്തോഷവാനാക്കും? അഞ്ചാമതായി, അച്ചടക്കവും ആരോഗ്യവും. സന്തോഷം എന്നത് വെറുമൊരു ചിന്തയല്ല, അതൊരു ശീലമാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് അച്ചടക്കമില്ലാത്തൊരു മനസ്സിന് ഒരിക്കലും സുഖമായിരിക്കാൻ കഴിയില്ല എന്നാണ്. ജീവിതത്തിൽ ഒരു ചിട്ടയില്ലെങ്കിൽ ഓരോ ദിവസവും ആശയക്കുഴപ്പങ്ങളും സമ്മർദ്ദവും നിറഞ്ഞതായിരിക്കും. മടി സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. കാരണം ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അത് തരുന്ന മാനസിക ഭാരം നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നു. നമ്മുടെ പല ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ അലസതയാണ്. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു ചെറിയ ടൈം ടേബിൾ ജീവിതത്തിൽ കൊണ്ടുവരിക. എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ജോലി ചെയ്യണം, എപ്പോൾ വിശ്രമിക്കണം എന്നതിൽ വ്യക്തതയുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാകും. അച്ചടക്കം നിങ്ങളെ തളച്ചിടാനല്ല, മറിച്ച് നിങ്ങളെ സ്വതന്ത്രനാക്കാനാണ്. രണ്ടാമത്തെ കാര്യം ആരോഗ്യമാണ്. ചാണക്യൻ പറയുന്നു, ആരോഗ്യമില്ലാത്തവന് വിദ്യയോ ധനമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളാണ് നമ്മുടെ മാനസികാവസ്ഥയെ തീരുമാനിക്കുന്നത്. മിതമായ ആഹാരവും കൃത്യമായ ഉറക്കവും ചാണക്യനീതിയിൽ എടുത്തു പറയുന്നുണ്ട്. ശരീരം തളർന്നിരിക്കുമ്പോൾ മനസ്സിന് സന്തോഷിക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക. ചെറിയ കാര്യങ്ങളിലെ അച്ചടക്കം പോലും വലിയ സന്തോഷം നൽകും. നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക.
ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി പിന്തുടരുമ്പോൾ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും അതിനെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഈ ആത്മനിയന്ത്രണമാണ് യഥാർത്ഥ സുഖം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 ചാണക്യ സൂത്രങ്ങളും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും സന്തോഷമായി ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.